ഹലോ നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്, പുഞ്ചപ്പാടത്തേക്ക്. താന്നൂരിലുള്ള പുഞ്ചപ്പാടത്തേക്കുള്ള യാത്രയിലാണ്. അപ്പം നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ, അവിടെ ചെറിയ ഷോർട്ട് ഫിലിം ഇതൊക്കെ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അപ്പം അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് താനൂർ. ഇപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം അവൻ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ രണ്ടുപേരും കൂടി പറയാം. ഉണ്ണി നമസ്കാരം. ഒരു ബുദ്ധിജീവി ലുക്കില്ലേ? ബുദ്ധിജീവിന്റെ കേട്ടോ, നമ്മളെ ഡയറക്ടറാണ്. വെൽഡിട്ടോ. യാത്ര തുടങ്ങുകയാണ്. നമ്മൾ പുഞ്ചപ്പാടം ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ തെയ്യാല റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണ് എങ്ങോട്ടാ തിരിയേണ്ടതെന്നും കൂടി പറയണം കേട്ടോ. റൂട്ടൊക്കെ മാറി. അടുത്ത ജംഗ്ഷനിൽ ലെഫ്റ്റാ. ഉണ്ണിയുടെ ഛായാഗ്രഹണത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടേ പുഞ്ചപ്പാടത്തേക്ക് നടക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഒരു കിടിലം വഴിയാണ് കേട്ടോ, പഴയ തറവാടാട്ടാ. ഇതാണ് നമ്മളെ പുഞ്ചപ്പാടത്തേക്കുള്ള വഴി കേട്ടോ. ഇവിടെ നല്ലൊരു പഴയൊരു വീടൊക്കെ ഉണ്ട്, പൊളിഞ്ഞ വീട്. പക്ഷേ ഇരുടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും വരാൻ പറ്റില്ലെന്ന് തോന്നില്ല അല്ലേ? ഭയങ്കര ഡേഞ്ചറാണ്, പാമ്പുകളുണ്ടോ. നമ്മളെ സിനിമയിൽ ഒരു പ്രേതാലയമൊക്കെ പോലെയുള്ളൊരു സെറ്റപ്പ് അതുപോലെ. ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പുഞ്ചപ്പാടം. രേണു രന കുറച്ചപ്പുറം പോയാലേ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഉണ്ണിയേട്ടൻ്റെ ചായക്കട. ഉണ്ണിയേട്ടൻ്റെ ചായക്കട, അത് ഉണ്ണിയേട്ടൻ തന്നെ. എല്ലാം ഉണ്ണികൃഷ്ണൻ കൂടി അടിച്ചിട്ട് നെല്ലൊക്കെ ഇപ്പെട്ടതാന്ന് തോന്നുന്നു അല്ലേ? ഒരു ഭയങ്കര കാടൊക്കെ ഉള്ളൊരു ഭയങ്കര പ്രദേശമാണ്. ഇവിടെ വയലിലേക്ക് വെള്ളമടിക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഇരുട്ടത്ത് വരുമ്പോഴേ വെളിച്ചമില്ലെങ്കിൽ നേരെ ആ കുളത്തിലേക്കായിരിക്കും വീഴ് കേട്ടോ. പുതിയ വഴി കൂടെ ഇവിടെ നമ്മൾ വന്ന് അന്ന് നമ്മൾ വരുന്ന സമയത്ത്
നമ്മളെ രാഘവേട്ടൻ ടീമൊക്കെ ഇവിടെ ഇതൊക്കെ നെല്ലൊക്കെ കൊയ്ത്ത് സമയമായല്ലോ അല്ലേ? ഇതൊക്കെ നമുക്ക് നെല്ലൊക്കെ നെല്ലായി. ഇത് കണ്ടോ ഉണങ്ങിയിട്ട് നെല്ലായി. അപ്പോൾ ഓൾറെഡി അവിടെ നെല്ലൊക്കെ കൊയ്ത് റെഡിയാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അന്ന് നമ്മളെ കൂടെ ആരായിരുന്നു? നമ്മളെ മറ്റേ സുഭാഷ് ചേട്ടനെ എന്തോ ഒരു സുഭാഷ് ചേട്ടനുണ്ട് നമ്മളെ കൂടെ ഉള്ള ഒരാളാണ്, പുസ്തകമൊക്കെ എഴുതുന്ന ആൾ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ എവിടെയോ എന്തോ ബ്ലോക്കായി നിന്നപ്പോഴേ ഒന്നും കൂടി കയ്യിലേക്ക് വരുന്നില്ല എഴുതാൻ. അപ്പം പറഞ്ഞായിരുന്നു പുഞ്ചപ്പാടത്തുനിന്ന് പോകണം, അവിടെ ഒരു തോടുണ്ട്, അതിൻ്റെ വക്കത്തൊന്ന് പോയി ഇരിക്കണം എന്നൊക്കെ. മുമ്പൊരു കഥയിലുണ്ട് കേട്ടോ. ഏത്? വേറെ സ്ഥലമായിട്ട് പുഞ്ചപ്പാടത്തുനിന്ന് ഒരു കുന്നിൻ്റെ മേലേക്ക് കിടക്കണം. ആ ശരി. അപ്പോൾ അന്ന് ഞാനും ഉണ്ണിയും സുഭാഷ് ചേട്ടനും കൂടെ വന്നിരുന്നത് ഇവിടെ. വഴിമുട്ടിയാ പക്ഷെ ഇതിൽ വരുന്നത് കുറച്ച് ഡേഞ്ചറാട്ടോ. കാരണം പാമ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മാത്രം വരുന്ന വഴിയാട്ടോ. കൃഷിക്കാർ മാത്രമേ അതെ കൃഷിക്കാർ മാത്രമേ ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങാറുള്ളൂ. വഴികളില്ല, വഴിപോക്കുണ്ടെങ്കിലല്ലേ. ആ Dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na dir da na na o da ni da na dir da na na da di na da dim dum da na da dim da na dim dum da na da dim da na dim dum da അവിടെ ഉണ്ണിയിടണ്ടാ കടണ്ടാ ഒരു പശുവിനേറ്റ് കൊണ്ട് കിട്ടണം. പശു ഇപ്പോൾ കുത്തിയിരുന്നു കേട്ടോ. പോകെല്ലാം കൂടി പശുവിനെന്തോ ദേഷ്യമുണ്ട്. പശു ചായപ്പിടി ഈ ഭാഗത്ത് എവിടെയാണ് ചായപ്പിടി അന്ന് കണ്ടത്. ഇവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ, പഴയ ഒരു ചായക്കട, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു ചായക്കട. പക്ഷെ അവിടേക്ക് എങ്ങനെ പോവുക എന്നുണ്ട്. ഇതാണ് ചായക്കട, അപ്പുറത്തെ ചായക്കട. പക്ഷെ അതിൽ എങ്ങനെ പോകും എന്നുള്ളത് അങ്ങനെ ഇവരോട് ചോദിച്ചു നോക്ക്. ചായക്കടയിൽ ആരും ഉണ്ട്? അവിടെ ആരും സംസാരിക്കുന്നില്ല. ഇതാണ് നമ്മളെ ചായക്കട കേട്ടോ. തലക്കടിക്കും. പരിപാടി ഉണ്ടോ അല്ലേ? കളിവട്ടുണ്ടോ അപ്പോൾ അവിടെ? എനിക്ക് കോഴിമുട്ട മതി. അവനെ കോഴിമുട്ട എടുത്തേ. വേറെന്താ ഉള്ള അതിൽ? ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര സാഹസികമായ യാത്രയാണ് ചായ കുടി എന്നൊക്കെ പറഞ്ഞാൽ. ഇതുണ്ടോ, ഇതൊക്കെ ചാടിക്കടന്നിട്ട് വേണം ചായ കുടിക്കാൻ എത്താൻ. പക്ഷെ ഭയങ്കര രസമാണ് പരിപാടി. dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na dir da na na o da ni da na dir da na da di na da dim dum da na da dim da na dim dum da na da dim da na dim dum da na dim da na da dim da na na dim da na da dim da na da di na da na da na dim da
പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളെ ഈ പച്ചപ്പില്ലേ അതിൽ നമുക്കൊരു ഡ്രോൺ ഷോട്ട് എടുക്കാം. പക്ഷെ അങ്ങോട്ടേക്കൊന്നും കൊയ്ത്ത് നടന്നിട്ടില്ല അല്ലേ? എനിക്കൊന്ന് ഈ സൈഡിലായിരിക്കും ആദ്യം ഇട്ടത് അവർ. ഇത് ഓരോ മുണ്ടകം കൊയ്ത്താണ് ഓരോ സംഭവം ഉണ്ടല്ലോ, ഓരോ അവിടെ പിള്ളേരുണ്ടല്ലേ ചൂണ്ടിടുന്നത്. അത് തോടുണ്ട് അവിടെ, പക്ഷെ അതിൽ വെള്ളമൊക്കെ ഈ ചൂടത്തുണ്ടോ എന്നുള്ളത് ഇനി അറിഞ്ഞു അവിടെ പോയി Sari gama mama gari gama pada ni sari dani dani da sari dani sari gari sani re sani dani sari da mama gari dani re sari dum dana dani dim dum dana dim dum dana dim dum da dim dum dana ta dim dana udani ta dani dana dir dana na udani da dani dana dir dana na dana da diana ta dim dum dana ta dim dana dim dum dana ta dim dana dim dum dana dana dim dana ta dim dana na dana dim dana ta dim dana dana da diana diana dana na dana dim dana ta dim dana na dana da diana diana dana na ta dim dana na dana da diana dana 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 dim dum dana ta dim dana na dim dum dana dim dum dana ta dim dana dim Sari gama mama gari gama pada ni sari dani da sari dani sari gari sani re sani dani sari da mama gari dani re sari dum